ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സാധനം കേട്ടോ. അതെ, ഇന്ന് നമ്മൾ വീട്ടിലാട്ടോ. അപ്പം ഇന്നത്തെ ചെറിയൊരു പരിപാടി, കുറച്ച് ലൂറും കാര്യങ്ങളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളൊരു ഓഫ് ഷോർ ഫിഷിങ്ങിന് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പം നമ്മളൊരു 3-4 മാസമായിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ പുറകെ നടക്കുമായിരുന്നു. അപ്പം നമ്മൾ ആദ്യം പോകാൻ വിചാരിച്ചിരുന്നത് മാൽവാനായിരുന്നു. പക്ഷേ നമ്മൾ പ്ലാൻ മാറ്റി. കാരണം നമുക്ക് ഇവിടുന്ന് മാൽവാനൊക്കെ പോയിട്ട് ഫിഷിങ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസ് ആണ്. രണ്ടാമത് അത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നാട്ടിൽ തന്നെ പോകാം. പിന്നെ നമുക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ നമുക്ക് പോകും. അതായത് നമുക്ക് ഇവിടുന്ന് മാൽവാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം വേണം. അതായത് ഇന്ന് ഉച്ചയ്ക്ക് കയറ്റി കഴിഞ്ഞാൽ നാളെ വെളുപ്പിനത്തേക്ക് നമ്മൾ മാൽവാന് ചെല്ലുകയുള്ളൂ. അതുപോലെ തന്നെ തിരിച്ച് അവിടുന്ന് പോരുമ്പോഴും നമ്മൾ അവിടുത്തെ ഫിഷിങ് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പോകുന്നാലും പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് നമുക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ മൊത്തം 4 ദിവസം നമുക്ക് ട്രാവലിങ്ങിന് വേണ്ടി തന്നെ നമുക്ക് പോകും. പിന്നെ നമുക്ക് ഫിഷിങ് ചെയ്യാൻ കിട്ടുന്ന ചിലപ്പോൾ 2-3 ദിവസമായിരിക്കും. അപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം നമുക്ക് അടുത്ത് പോക്കാം. അപ്പം അത് അങ്ങനെ വരാതെ എന്നാൽ നമുക്ക് ഈ ഓഫ് ഷോർ പോയി ചെയ്യുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള രീതിക്ക് നമ്മൾ ഒരു ഫിഷിംഗ് പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അന്വേഷിച്ച് പെറുക്കി നമ്മൾ കണ്ടെത്തി. നമ്മൾ കോഴിക്കോട് നിന്ന് നമ്മൾ ഒരു ഓഫ് ഷോർ ഫിഷിങ്ങിന് പോകാമെന്നുള്ളൊരു സംവിധാനം നമുക്ക് കിട്ടി. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനിലും കാര്യങ്ങളായിരുന്നു ഇത്രയും ദിവസം. അപ്പോൾ നമ്മൾ അടുത്ത ദിവസമൊക്കെ ആയിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ വിനയൻ ചേട്ടനുണ്ട്, A4 ആംഗ്ലേഴ്സിലെ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിനോ ഉണ്ട്. പിന്നെ നമ്മുടെ 1-2 സുഹൃത്തുക്കൾ വേറെയുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആയിട്ടാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ആയി വരുന്നത്. കാരണം നമ്മൾ വെതർ കണ്ടീഷനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. കാരണം കേരളത്തിലായതുകൊണ്ട് തന്നെ ഈ വെതർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ കടലിന് ഇവിടെ നമുക്ക് നല്ല കാലാവസ്ഥയാണെങ്കിലും ചിലപ്പോൾ കടലിൽ നല്ല കാലാവസ്ഥയാവണമെന്നില്ല. പിന്നെ നമ്മുടെ വാവ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, എല്ലാം റെഡിയാക്കി ഏകദേശം നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി ഒരു ചെറിയ വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല രീതിക്ക് സപ്പോർട്ടോടെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം നമുക്ക് ക്യാബർല ഔട്ടേഴ്സിൽ തന്നെ ആദ്യം നമുക്കൊരു ജേഴ്സി ഒരു അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ക്യാബർലിൽ നിന്ന് അയച്ചു തന്ന ജേഴ്സി. ഇത് എല്ലാവർക്കും പറയാതെ തന്നെ അറിയാം, നമ്മൾ വെയിലൊക്കെ കൊണ്ടാണ് നമ്മൾ കൂടുതലും ഫിഷിങ്ങിന് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഓഫ് ഷോർ പോയി കഴിഞ്ഞാൽ നമുക്ക് തണലെന്ന് പറഞ്ഞൊരു സംവിധാനം അവിടെ ഇല്ല. നമ്മൾ ഫുള്ള് വെയിൽ കൊള്ളുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പം ഈ ക്യാബർലിൽ നിന്ന് തരുന്ന ഈ ഒരു ജേഴ്സി ഉണ്ട്, ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ജേഴ്സിയാണ്. നല്ല നല്ല കൂളിംഗ് ആണ് നമ്മുടെ ശരീരത്തിന് തരുന്നത്. അപ്പോൾ നമ്മുടെ ദേഹത്ത് പൊള്ളലേക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ജേഴ്സിയാണിത്. അപ്പോൾ നമുക്കിത് ക്യാബർലിൽ നിന്ന് അയച്ചു തന്നതാണ്. ഞാൻ ഒരിത്തിരി സൈസുള്ള ജേഴ്സി ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. സാധാരണ എന്നെക്കാട്ടി കുറച്ചുകൂടെ സൈസുണ്ട്. എൻ്റെ പാകത്തിനുള്ള അല്ലത്, കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരാൾക്ക് പറ്റിയ ടൈപ്പ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തീരെ നമ്മുടെ ദേഹത്തോട് ഒട്ടിക്കിടക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം വേർത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കതൊരു ചെറിയ അൺകംഫർട്ടബിളായിട്ട് തോന്നും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടെ വലിപ്പമുള്ളത്. അപ്പോൾ എയർ സർക്കുലേഷൻ കുറച്ച് നന്നായിട്ട് നടക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല ഒരു ഇതായിരിക്കും, എന്താ പറയുക, ശരീരത്തിന് കൂളായിട്ട് നിന്നോളും. എയർ കയറി ഇറങ്ങുമ്പോഴത്തേക്കും നല്ല എയർ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നല്ല പക്കയായിട്ട് നിന്നോളും. അപ്പോൾ എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ അച്ഛൻ നമ്മളപ്പം നമ്മുടെ ഓഫ് ഷോർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലൂ വെയിൽ മറൈൻ എന്ന് പറയുന്നത് നമ്മുടെ JD Broയുടെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ കുറേയൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് അവിടെ നിന്നാണ്. പിന്നെ ഇപ്പോൾ കുറച്ചുകൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ JD Broയുടെ കടയിൽ നിന്നാണ് നമ്മൾ ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ആദ്യം നമ്മളിതേ പോകാനായിട്ട് മെയിനായിട്ട് വേണ്ട സാധനമാണ് ലീഡർ ലൈൻ. അപ്പോൾ നമ്മൾ ഡൈവേയുടെ തന്നെ ലീഡർ ലൈനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ എന്താ പറയുക 64 LB വരുന്ന ലീഡർ ലൈനാണ്. 0.80 mm വരുന്ന ലീഡർ ലൈനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഡൈവേയുടെ. കണ്ടോ, ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം ലീഡർ ലൈൻ നമുക്ക് ഓഫ് ഷോർ പോകുമ്പോഴത്തേക്കും നല്ല ലീഡർ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്കത് കറക്റ്റ് ആവും. അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. കാരണം അടിക്കുന്ന മീൻ ഏത് സൈസാണെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. കാരണം ചിലപ്പോൾ വലുതടിക്കും, ചിലപ്പോൾ ചെറുതടിക്കും, ചിലപ്പോൾ നല്ല ഹെവി സാധനം അടിക്കും, നല്ല ജയൻ്റ് അടിക്കും. അപ്പോൾ നമുക്ക് ഏത് മീൻ അടിക്കുന്നത് പറയാം. അപ്പോൾ നമ്മൾ ലീഡർ ലൈൻ എപ്പോഴും നല്ല കറക്റ്റായിട്ടുള്ള ലീഡർ ലൈനുകൾ തന്നെ ഉപയോഗിക്കുക. അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ലീഡർ ലൈനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഡൈവേയുടെ ലീഡർ ലൈനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ ജിഗ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പം പോകുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ജിഗ് എന്ന് പറയുന്നത് നമ്മുടെ മസൂസയുടെ ജിഗാണ്. കണ്ടോ, ഈ ഒരു ജിഗാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് അവിടെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. മസൂസയുടെ ജിഗ് ഇത് 160 ഗ്രാമിൻ്റെ ജിഗാണ്. ഇതിൽ ഓൾറെഡി 2 അസിസ്റ്റ് ഹൂക്കും ഒരു ട്രിപ്പിൾ ഹൂക്കും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള അസിസ്റ്റ് ഹൂക്കും അതുപോലെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ട്രിപ്പിൾ ഹൂക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അതുപോലെ സ്പ്ലിറ്ററിങ് കാര്യങ്ങളൊക്കെ നല്ല പക്കയാണ്. ഈ ഒരു ജിഗാണ് നമ്മൾ പിന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3-4 ജിഗ് നമ്മൾ എടുത്തിട്ടുണ്ട്.
കാരണം വെച്ചാൽ ഇത് പോരാ, ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ആദ്യത്തെ ഒരു കുറച്ച് അതായിട്ട് ഞാൻ എടുത്തു പോകുന്നുള്ളൂ. ഈ ഒരു ജിഗും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ വരുന്നുണ്ട് നമുക്ക് ജിഗും കാര്യങ്ങളൊക്കെ, അത് ലുക്കാനഡയൊക്കെ ആയിരിക്കും. അപ്പോൾ മസൂസയുടെ നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ മസൂസയുടെ ജിഗ് തന്നെ 160 ഗ്രാമിൻ്റെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ GT ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ടൈപ്പ് ആട്ടോ വരുന്നത്. കാരണം ഇതിൽ വരുന്നത് ഒരു അസിസ്റ്റ് ഹുക്ക് മാത്രമേ വരത്തുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ ഇതിന്. GT ഐസ്ക്രീമിനൊക്കെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ, ഇത് മെയിനായിട്ട് നമ്മൾ വാമീന് വേണ്ടിയിട്ടാണ് ഈ സാധനം ശരിക്കും പറഞ്ഞെടുത്തത്. പക്ഷേ നമുക്ക് വാമീനടിക്കാൻ പോകാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മളിത് അന്നത്തേക്ക് അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയി. അപ്പോൾ നമുക്കത് പോകാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മളിത് കൊണ്ടുപോകുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ നമ്മുടെ GT ഒക്കെ അടിക്കാനായിട്ട് നല്ലതാണ്. പിന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു കളറാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നോക്കിയോ, കണ്ടോ, ഇത് തന്നെ മസ്റ്റാർഡിനാണ് വരുന്നത്. പിന്നെ കണ്ടോ ഇതാ സാധനം. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു GT ഐസ്ക്രീം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഫ്ലൂറസെൻറ്റ് കളറാണിത്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല റിസൾട്ടുള്ള കളറാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു അസിസ്റ്റൂക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ അസിസ്റ്റൂക്ക് കാരണം നമുക്ക് അസിസ്റ്റൂക്ക് കയറ്റിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ GT ഐസ്ക്രീമായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ 2 പോപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പോപ്പർ, അതും മസൂസയുടെ തന്നെ 2 പോപ്പറാട്ടോ എടുത്തിരിക്കുന്നത്. ഇത് എത്ര ഗ്രാമിൻ്റെ? ഇത് 37 ഗ്രാമിൻ്റെ പോപ്പറാണ്. ഇത് നമ്മൾ മെയിനായിട്ട് GT ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അപ്പം GTക്ക് പറ്റിയ സാധനമാണ്. നമ്മൾ ഡീപ് സീ ശരിക്കും പറഞ്ഞാൽ അവിടെ ഡീപ് സീ ചെന്നാൽ തന്നെ നമ്മൾ കൂടുതലും ജിഗിങ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇൻ കേസ് GTയുടെ ഒക്കെ ആക്ടിവിറ്റിയോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒന്ന് കസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ GT പോപ്പറോ കാര്യങ്ങളൊക്കെ ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 പോപ്പറോ എടുത്തിട്ടുണ്ട്. 2 എടുത്തിട്ടുള്ളൂ, വേറെ അതിൽ കൂടുതൽ എടുത്തിട്ടില്ല. അപ്പം 2 GT ഐസ്ക്രീമും അതും ഇതൊക്കെ അതുള്ളതുകൊണ്ട് നമുക്ക് വേറെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ഒരു 2 ആവശ്യമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 2 മാത്രം അത് ഒതുക്കിയത്. പിന്നെ നമുക്ക് കൂടുതലും നമ്മൾ മെയിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ജിഗ് തന്നെയാണ്. നമ്മൾ മെയിനായിട്ട് ജിഗ്ഗാണ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ 160 ഗ്രാമിൻ്റെ ജിഗ് എടുത്തിട്ടുണ്ടായിരുന്നു മസൂസയുടെ തന്നെ. വീണ്ടും നമ്മൾ മസൂസയുടെ തന്നെ 100 ഗ്രാമിൻ്റെ ജിഗും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ പറയുന്ന പോലെ 2 അസിസ്റ്റ് ഹുക്കും ഒരു ട്രിപ്പിൾ ഹുക്കാണ് വരുന്നത്. ഇതിൻ്റെ സ്പ്ലിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഡിസൈനും ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ ഭയങ്കര റിസൾട്ടുള്ള കളറും കാര്യങ്ങളാണ്. കാരണം ഇത് കൊണ്ടുപോയിട്ട് ഇതിന് നല്ല റിസൾട്ട് കിട്ടിയ ആൾക്കാർ തന്നെ പറഞ്ഞിട്ട് നമ്മൾ അവരുടെ ഒപ്പീനിയൻ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൂറ് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം, ഈ ഒരു ജിഗ് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം. ഇത് 100 ഗ്രാമിൻ്റെ മസൂസയുടെ ജിഗാണ്. ഇതെല്ലാം നമ്മൾ വാങ്ങിച്ചുള്ള ജെറിയുടെ കടയിൽ നിന്നോട്ടോ. അതായത് ബ്ലൂ വെയിൽ പറയാൻ ടാക്കിൾസിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, എറണാകുളത്തുള്ളത്. അപ്പോൾ ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ എടുത്തിരിക്കുന്നത് വെച്ചാൽ 60 ഗ്രാമിൻ്റെ ജിഗാണ് വരുന്നത്. പക്ഷേ അത് മസൂസയുടെ ജിഗല്ല, അത് വേറൊരു ബ്രാൻഡിൻ്റെ ജിഗാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അധികം ആവശ്യം വരത്തില്ല. ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരു അസിസ്റ്റ് ഹുക്ക് മാത്രമേ ഉള്ളൂ, ട്രിപ്പിൾ ഹുക്കോ കാര്യങ്ങളൊന്നും ഇല്ല. വേണമെങ്കിൽ നമുക്ക് അസിസ്റ്റ് ഹുക്കോ അല്ലെങ്കിൽ ട്രിപ്പിൾ ഹുക്കോ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ പിന്നെ എടുത്തിട്ടുള്ള ഒരു ജിഗ് എന്ന് പറയുന്നത്, 60 ഗ്രാമിൻ്റെ ജിഗ്. ഇത് നമുക്ക് ലുക്കാനഡയൊക്കെ ജിഗ് അവൈലബിൾ ആണ്, അതായാലും ഉപയോഗിച്ചാൽ മതി. ഇതിന് നമ്മൾ കുറേ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അറുപത് ഗ്രാമിന് നമ്മൾ 4 കളർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കളർ ഞാൻ കാണിച്ചു, ഇത് കണ്ടത് ഇത് രണ്ടാമത്തെ ഒരു കളറ്. ഈ ഒരു കളർ നമ്മൾ രണ്ടാമത്തെ നല്ലൊരു ഷെയ്ഡിങ് കളറാണ് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തെ കളറ് ഇത് കണ്ടോ, ഈ ഒരു കളറ് ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി 2 ആദ്യം കാണിച്ച സെയിം കളർ തന്നെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ മൊത്തം 3-4 കളറാണ് നമ്മൾ 60 ഗ്രാമിൻ്റെ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു 4 അസിസ്റ്റ് ഹുക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, 4 ഇത് 4 അല്ല കേട്ടോ, നമ്മൾ ഇതിലും കൂടുതൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ കാണിക്കുന്നുള്ളത് 4 അസിസ്റ്റ് ഹുക്ക് ജിഗ് വരുന്ന അസിസ്റ്റ് ഹുക്ക് വരുന്നുണ്ട്. അത് നല്ല അത്യാവശ്യം 2.3 mm വരുന്ന അസിസ്റ്റ് ഹുക്ക് കേട്ടോ. ഇതിൽ 60 കിലോ വരെയൊക്കെ ഉള്ള മീൻ അടിച്ചാൽ തൊടിയത്തില്ല, നല്ല പക്ക സാധനം കേട്ടോ. പിന്നെ സ്പ്ലിറ്ററിങ് മെയിനായിട്ട് വേണ്ട സാധനമാണ് സ്പ്ലിറ്ററിങ്. ഇത് നമ്മൾ ലൂറെടുത്താലും ചിലപ്പം അതിനകത്ത് വരുന്ന
സ്പ്ലിറ്ററിങ് ചിലപ്പോൾ നമ്മൾ മാറേണ്ടി വരും ചില ബ്രാൻഡിൻ്റെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അസിസ്റ്റ് വെക്കുക. അതിപ്പോൾ ഒത്തിരി ഒന്നും വേണ്ടി വരത്തില്ല, ഇത്രയും തന്നെ മതിയാകുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇൻ കേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കേസ് പോലെ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ അസിസ്റ്റ് വെക്ക് അത് നമ്മൾ ഇതിലും കൂടുതൽ എടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇപ്പോൾ 4 ഉള്ളൂ നമ്മൾ വേറെ പറഞ്ഞിട്ടുണ്ട്, അത് വരും. അപ്പം അസിസ്റ്റ് വെക്ക് മെയിനായിട്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ട്രോളിങ് ഇടുന്ന കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ ട്രോളിങ്ങിൽ വലിയ കോൺസെൻട്രേഷൻ നമ്മൾ കൊടുക്കുന്നില്ല. കൂടുതൽ നമ്മൾ ജിഗ്ഗിങ് തന്നെ ചെയ്യാനാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ട്രോളിങ്ങിനായിട്ട് ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ലൂറാണ് നമ്മുടെ ഹാൽക്കോടെ ലൂറ്. കണ്ടോ, ഈ 2 ലൂറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല റിസൾട്ടുള്ള നല്ല ലൂറുകളാണ്. ഇത് ഒരു പ്രാവശ്യം മീനടിച്ചിട്ട് ഇതിൻ്റെ ലിപ്പും കാര്യങ്ങളൊക്കെ ഡാമേജ് വന്നു കേട്ടോ. മീനടിച്ച് ലിപ്പൊക്കെ ചെറിയ ഡാമേജ് ഉണ്ട്. പക്ഷേ ഞാനത് ചെറിയ രീതിയിൽ ഗമ്മൊക്കെ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതാട്ടോ, ഇതിനെ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഈ ലൂറ് ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല. ഫ്രഷ് പീസാണ്, ഇതിൻ്റെ കവർ ഞാൻ കളഞ്ഞെന്നുള്ളൂ. ഇപ്പം ഫ്രഷ് പീസ് തന്നെയാണ്, ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇത് ഏകദേശം 8 മീറ്റർ ഡെപ്തിൽ പോകുന്ന ലൂറാട്ടോ. ഇതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇതിലും കൂടുതൽ ഡീപ്പ് പോകുന്ന ലൂറാണെന്നുണ്ടെങ്കിൽ എടുക്കാമെന്നുള്ളൊരു പ്ലാനില്ല. കാരണം നമ്മൾ മെയിനായിട്ട് ജിഗ്ഗിങ് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രോളിങ് ലൂറിൻ്റെ ആവശ്യം അധികം വരുന്നില്ല. അപ്പം ബാക്കി നമുക്ക് 1-2 ലുക്കാനയുടെ അതിൻ്റെയൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനിലായിരിക്കുന്നത്. പിന്നെ നമ്മൾ വേറെ കൂടുതൽ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. 160 ഗ്രാമിൻ്റെ മസൂസയുടെ ജിഗ്ഗിൻ്റെ വേറെ 2 കളറുകളാട്ടോ ഇത്. ഈ 2 കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മസൂസയുടെ. കണ്ടോ, ഈ 160 ഗ്രാമിൻ്റെ ജിഗ്ഗിൻ്റെ കളറാട്ടോ. ഈ 2 കളറുണ്ട്. അപ്പോൾ നമുക്ക് ഈ വേറെ 1-2 കളറോട് പറഞ്ഞത് അതവിടെ ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കാഞ്ഞാണ്. അപ്പോൾ അത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലത് വരും, ആ 2 കളർ. അപ്പോൾ അത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് പോകുന്ന സമയത്ത് വീഡിയോയ്ക്കകത്ത് ഞാനത് കാണിച്ചുതരാം ഏത് കളറാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ടുള്ള 2 ജിഗ്ഗുകൾ ആണെന്നാണ് പറഞ്ഞത്. ഇത് 2 നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. പോയി നോക്കിയിട്ട് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അന്നേരത്തേക്ക് അറിയാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞൊരു റോഡ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പോപ്പിംഗ് റോഡ്. അപ്പം നമുക്ക് നേരത്തെ ഒരു പോപ്പിംഗ് റോഡ് ഉണ്ടായിരുന്നു, പഴയ മോഡൽ. അപ്പോൾ അത് 7 ഫീറ്റേ ഉള്ളൂ. പോപ്പിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ട്രോളിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റോഡായിരുന്നു. പോപ്പിങ്ങിനെന്ന് പറയാൻ പറ്റത്തില്ല, ട്രോളിങ്ങിനാണ് അത് മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ റോഡ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നിയുകൊണ്ട് നമ്മൾ പുതിയൊരു റോഡ് വാങ്ങിച്ചിട്ടുണ്ട്. ആ റോഡും കൂടെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. പിന്നെ റീല് നമ്മൾ കഴിഞ്ഞ തവണ മാൽവാനൊക്കെ പോയ സമയത്ത് നമ്മൾ മേടിച്ച ഷിമാനോ സെക്കോറോ 6000, അതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമുക്ക് ജിഗ്ഗിങ്ങിന് ഒത്തിരി വെയിറ്റുള്ള റീല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് കുറഞ്ഞ റീലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം എന്നുള്ളൊരു പ്ലാനും കൂടെ ഉണ്ട്. ട്രോളിങ്ങിനോ അല്ലെങ്കിൽ ജിഗ്ഗിങ്ങിനൊക്കെ ആയിട്ട് തന്നെ ഒരു 6000 രീതിയിൽപ്പെട്ട വേറെ ഏതെങ്കിലും ഷിമാനോടെ തന്നെ ഏതെങ്കിലും ഒരു റീലൂടെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൺഫേം ആയിട്ടില്ല. അപ്പം അതേതാണെന്ന് ഞാൻ അന്നേരം നമ്മൾ പോകുന്ന സമയത്ത് വീഡിയോയ്ക്ക് ഞാനത് കാണിച്ചു തരാം. നമ്മൾ എടുത്തിട്ടില്ല, അതൊരു ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുന്നു. അതുപോലെ ബ്രൈഡ് നമ്മൾ എടുത്തിട്ടില്ല, ബ്രൈഡ് ചെയ്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മളിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആ റോഡും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള റോഡ് പോപ്പിംഗ് റോഡാട്ടോ മേടിച്ചിട്ടുള്ളത്. അത് നമ്മുടെ പൈനിയറിൻ്റെ GT വാരിയർ എന്ന് പറയുന്നൊരു റോഡാട്ടോ. പൈനിയറിൻ്റെ GT വാരിയർ എന്ന് പറയുന്ന റോഡാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന. പോപ്പിംഗ് റോഡാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള റോഡാണ്. നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു, നല്ല റിവ്യൂ ഉള്ളൊരു റോഡാട്ടോ. ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഒത്തിരി വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീരെ അത്ര വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത റോഡാണ്. ട്രോളിങ്ങിനും അതുപോലെ അത്യാവശ്യം നല്ല പോപ്പിങ്ങിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു റോഡാട്ടോ മേടിച്ച്. അപ്പോൾ ഇതിനെ മേടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് റോഡ് വെക്കാനുള്ള കേസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചാലേ റോഡിൻ്റെ കൂട്ടത്തിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ റോഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട റോഡ്, അതുകൊണ്ട് എനിക്ക് തന്നെ എടുത്ത്. പിന്നെ ഒരുപാട് പോപ്പിംഗ് റോഡുണ്ട്, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഇതാട്ടോ. നമ്മുടെ ബഡ്ജറ്റ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റോഡാണ്. ഏകദേശം ഒരു 10K അടുത്ത് വില വരുന്ന റോഡാണ്. പക്ഷെ എന്നാലും അതനുസരിച്ചുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു റോഡിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊന്ന് എടുത്ത് കാണിച്ചു തരാം. ബ്രാൻഡ് ന്യൂ പീസാണ്, നമ്മൾ ഇതുവരെ ഇത് എടുത്തിട്ടില്ല. അതിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റി വെച്ചിട്ടെ ബോഡിയും കാണിച്ചു തരാം. നമുക്ക് ഇതുപോലത്തെ ഒരു കവറിനകത്താണ് റോഡ് വരുന്നത്. സെപ്പറേറ്റ് വേറൊരു കവർ കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് ആ റോഡ് ഇരിക്കുന്നത്. ഇത് ബഡ് ജോയിൻ്റ് റോഡാണ്, 2 പീസാണ്. അതായത് നമ്മുടെ ഹാൻഡിലും റീൽ സീറ്ററും ഒക്കെ വരുന്ന ഒരു പീസും, പിന്നെ ബാക്കി ഗൈഡ് കാര്യങ്ങളെല്ലാം വരുന്നത് സെപ്പറേറ്റ് വേറൊരു പീസ്. അങ്ങനെ ഒരു 2 പീസായിട്ടാണ് വരുന്നത്. 2 പീസ് റോഡ്, ബഡ് ജോയിൻ്റ് റോഡെന്ന് പറയും. അതിൻ്റെ ഹാൻഡിൽ ഒന്നെടുത്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹാൻഡിൽ വരുന്നത്.
റെയിൽ സീറ്ററും കാര്യങ്ങളൊക്കെ ഇതാണ്. പൊട്ടിച്ചിട്ടേ ഇല്ല കേട്ടോ, നമ്മൾ പുത്തൻ റോഡാണ്, നമ്മൾ ഫസ്റ്റ് ടൈമാണ് പൊട്ടിച്ചത്. പിന്നെ നമ്മളെ അതിൻ്റെ ഹഗ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇതാണ് സാധനം. GT കില്ലർ എന്നാണ് ഈ ഒരു റോഡിൻ്റെ പേര്. 8 ഫീറ്റ് റോഡാണ്, നല്ല അടിപൊളി ഒരു റോഡ് കേട്ടോ. ഇത് ഈ ഹാൻഡിലിന് പോലും വളരെ വെയിറ്റ് കുറവാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, തീരെ വെയിറ്റ് ഇല്ല. അതിൻ്റെ ബാക്കിയുള്ള പാർട്ടൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ റോഡ്. കണ്ടോ, വീഡിയോ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് നീട്ടത്തിൽ കാണിക്കാൻ പറ്റത്തില്ല. കണ്ടോ, ഇതാണ് നമ്മുടെ റോഡ് വരുന്നത്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നോർമലുള്ള ഷോപ്പിംഗ് റോഡ് പോലെയൊക്കെ തന്നെ. ഇത് വന്നിട്ട് നമ്മുടെ എന്താ പറയുക, 36 കിലോ വരെ നമുക്കിത് പിടിക്കാം. അതായത് 18 കിലോ മുതൽ 36 കിലോ വരെയുള്ള മീനുകൾ നമുക്കിത് സുഖമായിട്ട് പിടിക്കാം. പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് വരുന്നത് 150 to 300 ഗ്രാം വെയിറ്റ് വരുന്ന ലൂറുകൾ നമുക്കിതിൽ കാസ്റ്റ് ചെയ്യാം. ഇപ്പോൾ പോപ്പറൊക്കെ അത്യാവശ്യം വലിയ പോപ്പറൊക്കെ ആണെങ്കിൽ നമുക്കിതിൽ നല്ല സൂപ്പറായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ഗൈഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ പൈനിയറിൻ്റെ GT വാരിയർ. നല്ല അടിപൊളി റോഡ് കേട്ടോ, ഭയങ്കര എന്താ പറയുക, നല്ല രസമാണ് ഇത് കാണാൻ തന്നെ. ഒട്ടും വെയിറ്റ് ഇല്ല, റോഡിന് തീരെ വെയിറ്റ് കുറവാണ്. ഇതിൻ്റെ നമ്മുടെ ഹാൻഡിൽ പീസോടെ കയറിയ പോലെ ഈ പറയുന്ന വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ റോഡിനില്ല. നമുക്ക് അത്യാവശ്യം നോർമലി ഇപ്പം വേറെ എന്തെങ്കിലുമൊക്കെ മീനൊക്കെ കാസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. അങ്ങനെ സാധാരണ അതും കൊണ്ടുപോകാറില്ല പൊതുവെ, കൂടുതലും പോപ്പിങ് തന്നെയാണ്. കടലിലൊക്കെ നമ്മൾ ഈ ലൂറൊക്കെ കാസ്റ്റ് ചെയ്യാൻ പോകുന്നിടത്ത് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ചെറിയ ഏതെങ്കിലും റീൽ ഉപയോഗിച്ചാൽ മതി. 6000 അല്ലാതെ 5000 4000 സീരീസിൽപ്പെട്ട റീലുകൾ ഉപയോഗിച്ചാൽ ഇത് നല്ല സുഖമായിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനും ഇത് തന്നെ എടുത്തത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ വേറെ നമ്മൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഏതൊക്കെ സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പോകാൻ നേരത്ത് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ ബ്രൈഡ് കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല, അതും എടുക്കണം. അപ്പോൾ ഇത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അതും നമ്മുടെ കയ്യിൽ വരും. അപ്പം അത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. കാരണം എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലെങ്തായി പോകുമല്ലോ ഓർത്തിട്ടാണ് ഞാൻ ഈ ആദ്യത്തെ ഒരു കുറച്ച് സാധനങ്ങൾ വന്നത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓഫ്ഷോർ ഫിഷിങ്ങിന് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ കുറച്ച് കാലമായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു, അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് പരിഹരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ വീഡിയോ കുറച്ചൊന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ സപ്പോർട്ടോടെ ചെയ്യുക. നിങ്ങൾ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.